ആ തമ്പി ഒറ്റൊരുത്തം കാരണമല്ലേ എന്റെ മോനും ചന്ദ്രേട്ടന് ഈ ഗതികേട് വന്നത്. അവനെ ഞങ്ങൾ വെറുതെ വിടില്ല മാം. ഞാനും അങ്കിളും അനുഭവിച്ചതിനെല്ലാം അവനോട് ഞങ്ങൾ കണക്ക് ചോദിക്കും. കണക്ക് സയൻസും ഒക്കെ ചോദിക്കാനേ നിങ്ങൾ അമ്മയും മോനും കൂടി അങ്ങ് പോയാൽ മതി. ഇനി ചന്ദ്രേട്ടനെ ഒന്നിനും കൂട്ടണ്ട. ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ ധാരാളം. ഞങ്ങൾ ഇവിടെ മാനം മര്യാദയ്ക്ക് ജീവിച്ചോളാം. അതെന്താ ചേച്ചി അങ്ങനെ ഒരു വർത്താനം? പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾ അമ്മയും മകനും മുകളിൽ ആകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്നവരാ. ചന്ദ്രേട്ടൻ അങ്ങനെയല്ല. ഞങ്ങൾക്കൊരു കുടുംബമുണ്ട്, വളർന്നു വരുന്ന 2 പിള്ളേരുമുണ്ട്. അവർക്ക് നാളെ നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ടേ? പിള്ളേരൊക്കെ എനിക്കുണ്ട്, അവരുടെ അഭിമാനം എനിക്കും വലുതാ. ഓ, അഭിമാനക്കാരുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഒരുത്തി കെട്ടിയവനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ദേ നടക്കുന്നു. വേറൊരുത്തി അന്യജാതിക്കാരനെ കൂടെ കൊണ്ട് പൊറുപ്പിക്കുന്നു. വലിയ അഭിമാനികള്. ദൈവത്തോർത്തൊന്ന് നിർത്താമോ? വെറുതെ നിങ്ങൾ തമ്മിൽ വഴക്കിടല്ലേ? ഇനിയുള്ള കണക്കൂട്ടലൊക്കെ എനിക്ക് വിട്ടേക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും ചന്ദ്രേട്ടനെ ജയിലിൽ കയറ്റല്ലേ മുരളി. എനിക്കത്രേ പറയാനുള്ളൂ. വാ ചന്ദ്രേട്ടാ. എടി, ഇവരും നമ്മുടെ വീട്ടിലോട്ട് വന്നവരല്ലേ? ഓ, ഞാൻ നിലവിളക്കെടുത്ത് ആരെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ വരുന്നില്ലേ മുരളി? ഇല്ല, എനിക്ക് ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ചന്ദ്രേട്ടാ, ഞാൻ പോട്ടെ. എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ എന്നെ വിളിച്ചേക്കണം. ആ നരേന്ദ്രൻ തമ്പിയുടെ കാര്യമായതുകൊണ്ട് ഒന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ല. വാ ചന്ദ്രേട്ടാ. നിങ്ങളതുകൊണ്ടല്ലേ അതൊന്നും വലിയ കാര്യമാക്കണ്ട. ഞാൻ പോയിട്ട് വരാം. വാടാ. ഇപ്പൊ വരും സാർ, ഇരിക്കും. കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഞാൻ ഒരു അത്യാവശ്യ കാര്യമായിട്ട് വന്നതാ. ഞാൻ ചായ എടുക്കാം. മാഡം, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാനിപ്പം അല്പം വിഷമത്തിലാണ്. എന്ത് വിഷമം? എനിക്കൊരു ട്രാൻസ്ഫർ വടക്കേ മലബാറിലെ ഏതോ സ്റ്റേഷനിലോട്ടാണെന്ന് കേൾക്കുന്നു. ട്രാൻസ്ഫർ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും മുകളിലൂടെ തീരുമാനമായിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നെല്ലാം കൂടി വാരിപ്പറക്കി ഇവിടെ വന്നിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് കണ്ണൂരോ വയനാടോ പോകുമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. അത് ശരിയാണല്ലോ. ഹസ്ബൻഡിന് എവിടെയെങ്കിലും പിടിപാടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ ഒന്ന് തിരുത്തിക്കണേ. അങ്ങനെ മാറ്റാൻ പറ്റുമോ? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സാധിക്കും. എന്താ സാറേ വിശേഷം? സാറിന് സ്ഥലം മാറ്റമാണെന്ന്. അതെന്താ, അതിനുള്ള സമയമായോ? സമയമായിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് മുരളീകൃഷ്ണ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഒരു പണി തന്നാ. ഓഹോ. ഞാൻ അയാളുടെ വാക്ക് കേൾക്കാതെ പലരെയും കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യത്തിൽ വിട്ടുകൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തല്ലോ. ട്രാൻസ്ഫർ ഓർഡർ കൈ കിട്ടിയോ? ഇല്ല, പക്ഷേ സംഭവം റെഡിയായിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇതുവരെ സാറിന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി കിട്ടാനും പോണില്ല. ഞാനത് ക്യാൻസൽ ചെയ്തു തരാം, പോരെ? എങ്കിൽ വലിയ ഉപകാരം. ഇവിടുന്ന് വീട്ടു സാധനങ്ങളൊക്കെ വാരിക്കെട്ടി അന്യദേശത്ത് പോയി ചൂടുറപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് മിസ്റ്റർ തമ്പിക്ക് അറിയില്ല. അതുമാത്രമല്ല, കുട്ടികളുടെ പഠിപ്പോ അവരെ ഇവിടുന്ന് അടർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വർഷത്തെ പഠിപ്പ് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഈ രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥരെ ഇട്ട് തട്ടിക്കളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാലൊന്നും തീരില്ല. ഇത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞല്ലോ.
ഇനി ട്രാൻസ്ഫർ ഓർഡർ വന്നാലും സാറ് പേടിക്കണ്ട. അവിടെ നിന്ന് ഒരാഴ്ചക്കകത്ത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചു തരാം. മതിയോ? ഓ, അത് മതി. മിസ്റ്റർ തമ്പിക്ക് നല്ല പിടിപാടൊക്കെ ഉണ്ട് അല്ലേ? പിടിപാട് കുറവാ. ആ കുറവ് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം പരിഹരിച്ചോളും. 1000-ന്റെയൊക്കെ കെട്ട് കണ്ട ഏത് പരന്താ സാറേ അതിൽ കൊത്താത്തെ. പക്ഷെ ഒരു കാര്യം, തിരിച്ചെനിക്കും ചില ഉപകാരങ്ങളൊക്കെ ചെയ്യണം. അന്യായവും അനീതിയൊന്നും അല്ല, നീതിയും ന്യായവും അതിന്റെ മുറയ്ക്ക് നടക്കണം. സാറിന്റെ അധികാരപരിധിക്കുള്ളിരുന്നുകൊണ്ട് മാത്രം മതി. അത് ചെയ്യാം. മനസാക്ഷിക്കുത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആ, പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു. അവരെല്ലാം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അയാളുണ്ടല്ലോ, ആ മുരളീകൃഷ്ണൻ, അയാൾ മുകളിൽ എവിടെയോ ചരടുവലി നടത്തി സാധിച്ചതാ. ഓ, അത് ശരി. ഇറങ്ങിയല്ലേ? സാർ ഒരു കാര്യം ചെയ്യണം, ഇന്ന് തന്നെ അവരെ കസ്റ്റഡിയിലെടുത്തോ. അതിന് തക്ക പരാതി 2 മണിക്കൂറിനുള്ളിൽ ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. കള്ളപ്പരാതി ഒന്നുമല്ല, നല്ല ഒന്നാന്തരം ഒറിജിനൽ കംപ്ലൈന്റ്. അതെന്താണ് സാറേ? അവന്മാരും മഹാപാതകങ്ങൾ ചെയ്ത് കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുകയല്ലേ. നമ്മൾ അതിൽ നിന്ന് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തെടുത്താൽ മാത്രം മതി. കംപ്ലൈന്റ് ഉടനെ ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. സാറ് പൊയ്ക്കോ. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം മറക്കരുതേ. സാറിന് അറിയാഞ്ഞിട്ടാ. നരേന്ദ്രൻ മനസ്സിൽ കുറിച്ചിട്ടാ പിന്നെ അതൊരിക്കലും മറക്കില്ല. അത് ഉപകാരമായാലും ഉപദ്രവമായാലും. സാറിന് പോകാൻ വണ്ടിയുണ്ടോ? വേണമെങ്കിൽ കാലം സ്റ്റേഷനിൽ വിടാം. വേണ്ട, ഞാൻ ജീപ്പിലാ വന്നത്. സാറ് ധൈര്യമായിട്ട് പോയട്ടെ. ഓക്കെ ഓക്കെ, വരട്ടെ മാഡം. രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാ കൊള്ളാം. ഞങ്ങളാ ചന്ദ്രമോഹന്റെ വീട് വരെ. എവിടെയോ ജോലി അന്വേഷിച്ചു പോന്നു പറഞ്ഞിട്ട്. അതിന്റെ ആവശ്യത്തിനാ. മുരളീകൃഷ്ണൻ സാറിനെ ഒന്ന് കാണണം. അങ്ങേരുടെ കൂടെ ഒന്ന് കൊടി പിടിക്കുന്ന ജോലി കിട്ടിയാലും മതി. നിങ്ങൾ ആ ഹരീഷിനോട് 20 ലക്ഷം രൂപ തരാൻ പറ. അവൻ ആ പൈസ തിരിച്ചു തരേണ്ടതല്ലേ? ജേട്ടാ, അത് തിരികെ ചോദിക്കേണ്ടത് തന്നെയാ. നമ്മളോടവൻ വാക്ക് പാലിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ കാരണം നമുക്ക് പോലീസിന്റെ ഭീഷണിയും ഉപദ്രവവും നിലനിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തമ്മിലുള്ള കരാർ എന്തായിരുന്നു? അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നീ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവര് തമ്പിയങ്ങളിനെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കി തരും. പകരം നമ്മൾ അവരുടെ ലോൺ ഒഴിവാക്കി കൊടുക്കണം. അത് രണ്ടും നടന്നില്ലല്ലോ. പിന്നെന്തിനാ ഇനിയും തർക്കത്തിന് പോകുന്നേ? അവരെ പിണക്കാതെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ നോക്ക്. ജാമ്യത്തിൽ ഇറക്കാനും അവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. എന്തോന്ന് ശരി? നീ എന്തറിഞ്ഞിട്ടാടി ഈ പറയുന്നേ? പുല്ലൂരെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ അവന്മാര് കൊണ്ടുപോയി. തമ്പിയങ്കളുടെ കഥ കഴിഞ്ഞല്ലോ ഓർത്തിട്ടാ കൊടുത്തത്. എന്നിട്ട് കഴിഞ്ഞോ കഥ? ഇല്ല. പകരം നമ്മൾ പ്രമാണം തിരിച്ചു കൊടുത്തുമില്ല. പക്ഷെ നമ്മളോട് വാങ്ങി 20 ലക്ഷം രൂപയോ? അതെന്തിനു വാങ്ങി? ശരിയാ, അത് തിരിച്ചറിയേണ്ടതാണല്ലോ. നിങ്ങളോട് ആര് പറഞ്ഞു കൊടുക്കാൻ? അവന്മാര് ഞങ്ങളെ വിശ്വസിപ്പിച്ചല്ലേ തമ്പിയങ്ങൾ ജീവിച്ചിരിപ്പില്ലെന്ന്. തമ്പിയങ്ങളുടെ സർവ്വസ്വത്തും വീടും തോട്ടവും കമ്പനിയെല്ലാം നമുക്ക് സ്വന്തമാകാൻ പോവല്ലേ. അവന്മാരുടെ പ്രമാണം മാത്രം നമ്മുടെ കയ്യിലുമില്ല. അതിന് അവന്മാര് 2 കോടി രൂപ വിലയിട്ട് കണക്കും പറഞ്ഞു. അതിന്റെ അഡ്വാൻസായി 20 ലക്ഷം രൂപ. ഒടുവില് തമ്പിയങ്ങൾ ജീവനോടെ തിരിച്ചു വരികയും ചെയ്തു. നമുക്ക് സ്വത്തൊന്നും കിട്ടിയതുമില്ല. നമ്മുടെ കയ്യിരുന്ന 20 ലക്ഷം രൂപ അവന്മാര് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കണം. കുറേശ്ശെങ്കിലും തിരിച്ചു തരാൻ പറ. ചോദിക്കാൻ പോവാ. 2 ലക്ഷമെങ്കിലും ഇപ്പൊ കിട്ടണം. എങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റൂ. വക്കീലിന് കൊടുക്കണ്ടേ? കേസ് കളിക്കണ്ടേ? ചെലവഴിയണ്ടേ? ചുരുക്കി പറഞ്ഞ അവർക്കാ നമ്മളെ കൊണ്ട് ലാഭം ഉണ്ടായത്. പിന്നല്ലാതെ ഞങ്ങളെ കൊണ്ട് അവന്മാരുണ്ടാക്കിയ മറ്റൊരു ലാഭം പുറത്ത് പറയാൻ പറ്റില്ല. അതെന്താടാ? അതല്ലേ പറഞ്ഞത് ആരോടും പറയാൻ പറ്റില്ലെന്ന്. അമ്മയുടെ നോട്ടം കണ്ടാ തോന്നുമല്ലോ ഇപ്പൊ എല്ലാ രഹസ്യവും കണ്ടുപിടിക്കുന്നു. ദേവാ, നീ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ വാ പോവാം. അതെ, രാത്രിക്ക് മുമ്പ് തിരിച്ചെത്തണേ. ഞങ്ങള് 2 പെണ്ണുങ്ങളെ മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് ഓർമ്മ വേണം. ഞങ്ങൾ സബ് ജയിലിൽ കിടന്നപ്പോ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ കൂട്ടുകിടക്കാൻ. നീ വാ പോവാം.
ഡാ ഇവിടെ ഒരു സാധനവും ഇല്ല, ഉപ്പ് വരെ വാങ്ങിക്കണം. അമ്മേ, അതിനുള്ള പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിട്ടാ ഈ പോകുന്നേ. എടി, നിന്റെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ? എവിടുന്ന്? എടി, പിന്നെ തിരിച്ചു തരാം. ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾ രണ്ടുപേരും വീടിന്റെ ബാക്ക് ഡോറിന്റെ അടുത്ത് പോയി നിന്നോ. അതിലെ ആരും ചാടി രക്ഷപ്പെടണ്ട. ചെല്ല്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തോട്ട് വരണം. ചേട്ടാ വാ. ആരും അതിസാമർത്ഥ്യം കാണിക്കരുത്. പുറകെ കൂടി ചാടി രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കരുത്. അവിടെയെല്ലാം പോലീസുണ്ട്. മുൻവാതിൽ കൂടി പുറത്തു വരുന്ന നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. ഞങ്ങൾക്കും അതാ സൗകര്യം. ഇതിലേ വന്നാലും മതി. ഞങ്ങൾക്കിപ്പോ മുൻവാതിൽ നിന്ന് പിടിക്കണമെന്ന് ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അകത്തോട്ട് കയറി വരണോ? മര്യാദയ്ക്ക് ഇറങ്ങി വന്നാൽ ഞങ്ങൾക്ക് അത്രയും ജോലി എളുപ്പമാവും. സറണ്ടർ ചെയ്യാം, അല്ലാതെ ഇപ്പൊ വേറെന്താ വഴി? അങ്ങനെ കീഴടങ്ങേണ്ട കാര്യമില്ലല്ലോ. കേസ് എന്താണെന്ന് അറിയണ്ടേ? തമ്പ്യങ്ങളല്ലേ, പറ്റിയൊരു കേസ് റെഡിയാക്കിയിട്ടുണ്ടാവും. പോലീസുകാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അവർക്കും തന്തയും തള്ളയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ മാത്രമേ ഉള്ളൂ? നിങ്ങളുടെ മക്കളെവിടെ? എന്തിനാ സാറേ അവര് ജാമ്യം എടുത്ത് ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ആ ജാമ്യം ആ കേസിന്. വേറെ കുറ്റത്തിന് വേറെ ജാമ്യം എടുക്കണം. വിളിക്കവരെ. അതോ ഞാൻ അകത്തോട്ട് കയറണോ? ഇവിടെ ഉണ്ടായിരുന്നു. ഒളിച്ചിരിക്കുക. എന്തിനാടോ പേടിക്കുന്നേ? നമ്മളിപ്പോ എത്ര തവണയായി ഇങ്ങനെ കാണുന്നു. ഞാൻ പിടിച്ചോണ്ടും നിങ്ങൾ ഇറങ്ങി വരും, പിന്നെയും ഞാൻ പിടിച്ചോണ്ടും നിങ്ങൾ ഇറങ്ങി വരും. കേസ് ഉണ്ടെന്ന് മനസ്സിലായി. കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണെന്നും അറിയാം. എന്താ സാറേ കേസ്? നരേന്ദ്രൻ തമ്പിയുടെ പുനരൂര തോട്ടത്തിൽ നിന്ന് 36 ലക്ഷം രൂപ കവർന്നെടുത്തു. ആ പണം എന്ത് ചെയ്തു എന്ന് കണക്കില്ല. നരേന്ദ്രന്റെ സ്വത്ത് കൈയടക്കാൻ വേണ്ടി വ്യാജ വിൽപത്രം ഉണ്ടാക്കി പോലീസിനെയും ഭരണകൂടത്തെയും കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഓഫീസിലും ഫാക്ടറിയിലും അന്യായമായി ഇടപെട്ട് അവിടുത്തെ ജീവനക്കാർക്ക് മാനഹാനി ഉണ്ടാക്കുകയും ഓഫീസിന്റെയും ഫാക്ടറിയുടെയും പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തു. ഒരു ഗുരുതരമായ കുറ്റം കൂടിയുണ്ട്. നരേന്ദ്രൻ തമ്പിയുടെ മകളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. മറ്റേ രണ്ടിനും ജാമ്യം കിട്ടിയാലും ഇതിന് കിട്ടത്തില്ല. നരേന്ദ്രൻ തമ്പി മനഃപൂർവ്വം ചെയ്യിക്കുന്നതല്ലേ സാറേ ഇതൊക്കെ? അതെ, നിങ്ങളും കുറെ അയാളോട് ചെയ്തില്ലേ? അതിന് പകരമായിരിക്കും കടം വീട്ടണ്ടേ? ജയശീലനും ദേവരാനും കൂടി ദാ ആ ജീപ്പിലോട്ട് കയറിയാട്ടെ. ജേട്ടാ, ഹരീഷിനെയും ചന്ദ്രമോനെയും വിളിച്ച് പറയണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. നാളെയോ മറ്റന്നാളോ അവന്മാരും അകത്ത് കയറും. മുരളീകൃഷ്ണൻ സാറിനെ വിവരം അറിയിച്ചല്ലോ ചേട്ടാ. വിവരങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. അമ്മയും ഭാര്യയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. വാ, സമയം വൈകുന്നു, നടക്ക്. വിജിതേ, ഞാൻ ഇന്നോ നാളെയോ തിരിച്ചു വരും. നീ വിഷമിക്കണ്ട. ഇനി അത്ര എളുപ്പമാവില്ല തിരിച്ചു വരവ്. വാ, നടക്ക്.
സന്തോഷമായല്ലോ. അവളുടെ ചിരിയുണ്ടോ? ഇത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ. ഞാൻ അവിടെ ചെന്നപ്പോ ഒരേ പിടുത്ത, പിന്നെ കാറിൽ കയറി ഇരുന്ന ശേഷം എന്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടെ. ശരിയാ, അവിടെ ചുമ്മാ തിന്നുന്നു ഉറങ്ങുന്നേ ഉള്ളൂ. ഇവിടെയാ കണ്ണും മനസ്സും. ഇപ്പൊ സമാധാനായല്ലോ. അല്ല, പിന്നെ നീ എന്തിനാ വന്നത്? ഇവളെ കൊണ്ടുവിടാനോ? എനിക്കും വേണ്ട ഇത്തിരി സമാധാന സന്തോഷമൊക്കെ. ഇവിടെയാണോ അതെല്ലാം വെച്ചിരിക്കുന്നത്? ആ, അമ്മുച്ചിയുടെ കയ്യിലല്ലേ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നേ. അയ്യോടി, അവള് പറയുന്നത് കേട്ടില്ലേ? എന്തായാലും വാ, ഇവിടെ നിൽക്കണ്ട. അകത്തോട്ട് വന്നാ നിങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതെല്ലാം തിരിച്ചു തന്നേക്കാം. വാ. ചായ സ്നാക്സ് ഒന്നും ഇല്ലേ മാം? കാണും, ഞാനൊന്ന് നോക്കട്ടെ. അതെ, ഇത് ഹോട്ടലും ചായക്കടയൊന്നും അല്ല. ഓർഡർ ചെയ്യാൻ ഒരാൾ, അത് കേട്ടാൽ ഉടനെ സപ്ലൈ ചെയ്യാൻ അടുത്തയാൾ. എന്റെ മോന് ഒരു കപ്പ് ചായ കൊടുത്തതിനാണോ ചേച്ചി ഇത്രയും വർത്താനം പറയുന്നത്? ചായയും ഊണും കിടപ്പും ഒക്കെ ഒരുക്കാൻ ഇത് ഹോട്ടല് സത്രമൊന്നും അല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാനും എന്റെ മോനും വഴിപോക്കലൊന്നും അല്ലല്ലോ. ഈ തറവാട്ടിൽ ജനിച്ചു വളർന്നവളാ ഞാൻ. അതുകൊണ്ടാ നീയും നിന്റെ മക്കളും മരുമോളും കെട്ടും ഭാണ്ഡും ഒക്കെ ആയിട്ട് അഗതികളെ പോലെ ഇവിടെ കയറി വന്നപ്പോ ഞങ്ങൾ ഇവിടെ കിടക്കാൻ അനുവദിച്ചത്. ഒരാൺതുണയില്ലാതെ 2-3 പെണ്ണുങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടുവെന്നുള്ള പേരുദോഷം കേൾക്കണ്ടെന്ന് കരുതി. ഇപ്പൊ ആൺതുണയുണ്ടല്ലോ. എന്തിനും പോന്ന മകനല്ലേ വന്ന് ചേർന്നിരിക്കുന്നത്. കൊല്ലാനും കൊല്ലിക്കാനും മടിയില്ലാത്ത ഒരുത്തിന്റെ തുണയുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ടാ പോകാൻ വയ്യാത്തത്? ആ, ആണുങ്ങളായാലേ ഇത്തിരി ചുണയും തന്റെയും ഒക്കെ കാണിക്കും. അതെന്റെ മോന്റെ ഒരു കുറവായിട്ട് ആരും കണക്കാക്കണ്ട. ചന്ദ്രേട്ടനും കൂടി ഉൾപ്പെടാത്ത ഒരു കേസിലും ഹരിക്കുട്ടൻ ഇതുവരെ പ്രതിയായിട്ടുമില്ല. ചന്ദ്രേട്ടനെ ഓരോ പൊല്ലാപ്പി കൊണ്ടുപോയി ചാടിച്ചത് നിന്റെ മോനാടി. അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്ന മനുഷ്യനല്ലായിരുന്നു. ആ, അത് കൊള്ളാം. ഹരീഷ് പറയുന്നത് കേട്ട് തുള്ളണ്ട പ്രായമാണല്ലോ ചന്ദ്രേട്ടന്. അനന്തരവന അമ്മാവനെ വഴി വിഴപ്പിക്കുന്നത് എന്നൊന്നും പറയല്ലേ ചേച്ചി. ചന്ദ്രേട്ടൻ അത് കുറച്ചില്ല. ചന്ദ്രേട്ടന് ഇനി ഒരുപാട് കുറച്ചിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ നിങ്ങളോട് ഇവിടുന്ന് പോകാൻ പറയുന്നത്. ദിവസം ഇവിടെ പോലീസ് കയറി ഇറങ്ങാൻ തുടങ്ങിയ എന്റെ പിള്ളേരുടെ ഭാവിയെ വെള്ളത്തിലാവുന്നത്. എനിക്ക് എന്റെ ഭർത്താവും കുട്ടികളും കുടുംബവും ഒക്കെ തന്നെയാ വലുത്. സ്മിത പറയുന്നതിലും കാര്യമില്ലേ സുധേ? ഹരീഷ് കൂടെയുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറാമല്ലോ. ഞങ്ങൾ വേറെ എവിടോട്ട് പോകാനാ ചന്ദ്രേട്ടാ? അന്വേഷിച്ചാൽ ഒരു വാടക വീട് കിട്ടില്ലേ സുധേ? സ്വന്തമായിട്ട് വീടില്ലാത്തവർ അങ്ങനെയൊക്കെയല്ലേ താമസിക്കുന്നത്? വീട് വാടകയ്ക്ക് എടുക്കുകയോ വിലയ്ക്ക് വാങ്ങിക്കുകയോ എന്താന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല, അത് ഞാൻ തീർത്തു പറഞ്ഞേക്കാം. എനിക്ക് കയറി ചെല്ലാൻ എൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വീടുണ്ട്. അവിടുന്ന് ആരും നമ്മളെ ഇറക്കി വിടില്ല. അമ്മ വേഗം നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. ഇപ്പൊ തന്നെ ഇറങ്ങണമെന്നല്ല ഹരീഷ് ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അർത്ഥവും വ്യാകരണവും ഒക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി ഞങ്ങളെ. അമ്മ വേഗം റെഡിയാവും. അങ്കിളും കൊള്ളാം, ആന്റിയും കൊള്ളാം, എല്ലാം കണക്കാം.
അമ്മയോട് പറഞ്ഞ കേട്ടില്ലേ? പാക്ക് ചെയ്യ്. എടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചാടിപ്പോയാൽ ശരിയാവില്ല. എന്നാ അമ്മ ഇവിടെ അവരുടെ വായിലിരിക്കുന്ന അളിഞ്ഞ വർത്താനം കേട്ടോണ്ടിരുന്നോ? എനിക്ക് വയ്യ. ചീത്തയും കേട്ട് പട്ടിയെ പോലെ നാണോ കെട്ട്. പറയുന്നത് കേക്ക് ഹരിക്കുട്ട. അമ്മ ഒന്നും പറയണ്ട. എനിക്ക് കുറച്ച് അഭിമാനമുണ്ട്. ഒരു ചായ കുടിച്ചതിന്റെ പേരില ആ സ്ത്രീ എന്നോട് കണക്ക് പറഞ്ഞത്. എടാ മോനെ, നീ ഇപ്പൊ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് ചെന്നാ എന്താ സംഭവിക്കാന്ന് നിനക്കറിയോ? അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അവർക്ക് സന്തോഷമാവും. നരേന്ദ്രൻ തമ്പി അവിടെയും വന്ന് നിന്നെ വേട്ടയാടും. ആ വീടും പുരയിടവും നമ്മൾ നരേന്ദ്രന് പണയപ്പെടുത്തിരിക്കുക. ആ കാര്യം നീ മറന്നോ?